ആന്ധ്രാപ്രദേശ്, തെലങ്കാന എന്നിവിടങ്ങളിൽ നിന്നുള്ള 5 ഇന്ത്യൻ വിദ്യാർത്ഥികൾ യുകെയിലെ ലേസ്റ്റേഷ്യയിൽ അപകടത്തിൽപ്പെട്ടു. ഒരാൾ മരിച്ചു. ഡ്രൈവർ ഉൾപ്പെടെ 4 പേർ ആശുപത്രിയിലാണ്. അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ചതാണ് മരണകാരണമെന്ന് സംശയിക്കുന്നു. ചിരഞ്ജീവി, പ്രണവി, സായി ബദ്രിനാഥ്, MLAR എന്നിവരാണ് കാറിലുണ്ടായിരുന്ന വിദ്യാർത്ഥികൾ. കാർ ഓടിച്ച വിദ്യാർത്ഥിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. മഴയുള്ള കാലാവസ്ഥ കാരണം ടയറുകൾ തെന്നി ബ്രേക്കുകൾ തകരാറിലാവുകയും കാർ നിർത്താൻ ഡ്രൈവർ റോഡരികിലെ മരത്തിൽ ഇടിക്കാൻ ശ്രമിക്കുകയും ചെയ്തെങ്കിലും കാർ റോഡിൽ നിന്നും തെന്നി ഒരു ചരിവിലൂടെ താഴേക്ക് പോയി കുഴിയിൽ വീഴുകയായിരുന്നു. ഇവരുടെ പരിക്ക് ഗുരുതരമാണെങ്കിലും ജീവന് അപകടകരമല്ലെന്ന് പോലീസ് പറഞ്ഞു. ഡൊണാൾഡ് ട്രംപിന്റെ കൂട്ട നാടുകടത്തൽ പദ്ധതിക്കെതിരെ പോരാടാൻ കുടിയേറ്റ അവകാശ ഗ്രൂപ്പുകൾ ഒരുങ്ങുന്നു. ജനുവരിയിൽ തന്റെ കൂട്ട നാടുകടത്തൽ നയം അഴിച്ചുവിടാൻ ഡൊണാൾഡ് ട്രംപ് തയ്യാറായതോടെ പല പൗരാവകാശ സംഘടനകളും അപ്രതീക്ഷിതമായി ഒരുങ്ങുകയാണ്. തന്റെ പ്രചാരണ വേളയിൽ അമേരിക്കയുടെ ചരിത്രത്തിലെ കുറ്റവാളികളുടെ ഏറ്റവും വലിയ നാടുകടത്തൽ പരിപാടി ആരംഭിക്കുന്നതിനെക്കുറിച്ച് ട്രംപ് പലപ്പോഴും സംസാരിച്ചു. കുടിയേറ്റത്തെക്കുറിച്ചുള്ള ജോ ബൈഡന്റെ ഉത്തരവുകൾ റദ്ദാക്കുന്നതിനും ആളുകളെ നാടുകടത്താനുള്ള ശ്രമങ്ങൾ നടത്താനുമുള്ള എക്സിക്യൂട്ടീവ് ഓർഡറുകൾ ഈ ഗ്രൂപ്പുകൾ പ്രതീക്ഷിക്കുന്നു. എപ്പോൾ വേണമെങ്കിലും അധികാരികൾക്ക് ആരെയും നാടുകടത്താമെന്നും വ്യക്തമാക്കിയ ട്രംപ് നാടുകടത്തലിന് മുൻഗണന നൽകുന്ന പഴയ നിയമങ്ങൾ റദ്ദാക്കാൻ സാധ്യതയുണ്ട്. ട്രംപ് TPS ഉടമകളുടെ ടാർഗറ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്നിരുന്നാലും ട്രംപിനെ നിയന്ത്രിക്കുന്നതിൽ ഏതെങ്കിലും നീക്കങ്ങൾ നടക്കുന്നുണ്ടോ എന്നും അത് എത്രത്തോളം ഫലപ്രദമാകുമെന്നും വ്യക്തമല്ല. ചാനൽ ക്രോസിംഗുകൾ തടയാൻ യൂറോപ്പ് പാടുപെടുമ്പോൾ യുകെയും ജർമ്മനിയും ആളുകളെ കടത്തുന്നവർക്കെതിരായി കരാറിൽ ഒപ്പുവെച്ചു. ചാനലിലൂടെ കുടിയേറ്റക്കാരെ ചെറിയ ബോട്ടുകളിൽ അയക്കുന്ന സംഘങ്ങൾക്കെതിരെ രഹസ്യാന്വേഷണം പങ്കിടുമെന്ന് യുകെയും ജർമ്മനിയും ചൊവ്വാഴ്ച പ്രതിജ്ഞയെടുത്തു. അപകടകരമായ യാത്രകൾ തടയാനുള്ള യൂറോപ്യൻ രാജ്യങ്ങളുടെ ഏറ്റവും പുതിയ ശ്രമമാണിതെന്ന് അവർ വ്യക്തമാക്കി. ലണ്ടനിൽ നടന്ന യോഗത്തിൽ ആഭ്യന്തര സെക്രട്ടറി യുവേറ്റ് കൂപ്പറും ജർമ്മനി ആഭ്യന്തരമന്ത്രി നാൻസി ഫീസറും സംയുക്ത പ്രവർത്തന പദ്ധതിയിൽ ഒപ്പുവെച്ചു. നിയമപാലകർ അതിർത്തികൾക്കപ്പുറം പ്രവർത്തിക്കേണ്ടതുണ്ടെന്ന് കൂപ്പർ കൂട്ടിച്ചേർത്തു. അധികാരികൾക്കിടയിൽ കഴിയുന്നത്ര വിവരങ്ങൾ കൈമാറുക, തിരശ്ശീലയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന കുറ്റവാളികളെ തിരിച്ചറിയുന്നതിന് സാമ്പത്തിക ഒഴുക്ക് സ്ഥിരമായി അന്വേഷിക്കുക എന്നിവ സഹകരണത്തിൽ ഉൾപ്പെടുമെന്നും ഫൈസർ പറഞ്ഞു. പല കള്ളക്കടത്ത് സംഘങ്ങളും തങ്ങളുടെ സേവനങ്ങൾ പ്രചരിപ്പിക്കുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വഴിയാണെന്നും അതിൽ നിന്ന് കുടിയേറ്റ കള്ളക്കടത്ത് ഉള്ളടക്കം നീക്കം ചെയ്യുവാനും പ്രവർത്തിക്കുമെന്നും ഇരു രാജ്യങ്ങളും പറഞ്ഞു. നോറോ വൈറസ് ബാധിച്ച ആയിരക്കണക്കിന് ആളുകളെ കഴിഞ്ഞ ആഴ്ച യുകെയിൽ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചതിനെ തുടർന്ന് NHS മുന്നറിയിപ്പ് നൽകി. ഈ സീസണിലും വിന്റർ വോമിറ്റിംഗ് ബഗ് കേസുകൾ ഉയർന്നിട്ടുണ്ടെന്നും നോറോ വൈറസ് ബാധിച്ചവർക്ക് കടുത്ത ചൂട്, തലവേദന, കൈകാലുകൾ വേദന എന്നിവയാണ് ലക്ഷണങ്ങളെന്നും NHS വ്യക്തമാക്കി. രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ദയവായി 48 മണിക്കൂർ വീട്ടിൽ തന്നെ തുടരുക എന്നും ഇതിൽ കൂടെ ആളുകൾക്ക് നോറോ വൈറസ് ഉണ്ടോ എന്ന് പരിശോധിക്കാനും അത് വീട്ടിൽ തന്നെ എങ്ങനെ ചികിത്സിക്കാമെന്ന് കണ്ടെത്താനും സഹായിക്കും എന്ന് NHS വെബ്സൈറ്റ് ഉപദേശിക്കുന്നു. രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ കുറഞ്ഞത് 2 ദിവസമെങ്കിലും ജോലിയിൽ നിന്നും സ്കൂളിൽ നിന്നും വിട്ടുനിൽക്കുക എന്നാണ് പുതിയ മാർഗനിർദ്ദേശം. ആർട്ടിക് ബ്ലാസ്റ്റ് ക്രിസ്മസ് സമയത്ത് യുകെയിൽ തണുപ്പുള്ള താപനിലയും മഞ്ഞുവീഴ്ചയുള്ള കാറ്റും കൊണ്ടുവരാൻ ഒരുങ്ങുന്നു. ഡിസംബറിലെ കാലാവസ്ഥ പ്രവചനങ്ങളിൽ ബ്രിട്ടന്റെ ചില ഭാഗങ്ങളിൽ മഞ്ഞുവീഴ്ചയുള്ള ക്രിസ്മസ് ദിനങ്ങളെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ ഉയർത്തിയിട്ടുണ്ട്. എന്നാൽ ശൈത്യകാലത്ത് തണുത്ത താപനിലയും മണിക്കൂറിൽ 70 കിലോമീറ്റർ വരെ വേഗതയുള്ള കാറ്റും ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഉണ്ടാകും. VX സ്റ്റാറ്റ്സിൽ നിന്നുള്ള പുതിയ ഭൂപടങ്ങളിൽ ഡിസംബർ 21 ശനിയാഴ്ച വൈകുന്നേരം 6 മണിക്ക് രാജ്യത്തുടനീളം തണുപ്പിന്റെ ആരംഭം കാണിക്കുന്നു. ഇത് സ്കോട്ട്ലൻഡിലും നോർത്തേൺ ഇംഗ്ലണ്ടിലും 5 ഡിഗ്രി സെൽഷ്യസ് വരെ താഴ്ന്ന നിലയിലേക്ക് നയിക്കുന്നു. ഡീവോൺ, സോമർസെറ്റ് പ്രദേശങ്ങളിലും ഗ്രേറ്റർ മാഞ്ചസ്റ്ററിലും വെയിൽസിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് ഫ്ലറികൾ ബാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇംഗ്ലണ്ട്, വെയിൽസ്, നോർത്തേൺ അയർലൻഡ് എന്നിവിടങ്ങളിൽ ശനിയാഴ്ച വൈകുന്നേരം താപനില 5 ഡിഗ്രി സെൽഷ്യസിന് മുകളിലായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഏറ്റവും ചൂടേറിയ പ്രദേശങ്ങൾ തെക്ക് കിഴക്കായിരിക്കും. കുറഞ്ഞത് 3 ഡിഗ്രി സെൽഷ്യസിൽ എത്തും. അതേസമയം മാഞ്ചസ്റ്ററും ന്യൂകാസിലും ഉൾപ്പെടെയുള്ള വടക്കൻ പ്രദേശങ്ങളിൽ അത്ര തണുപ്പുണ്ടാകില്ല.